സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 26. രാമലഖൻ മൂർത്തിയെയും മരുതനായകത്തെയും നേരിടാനായി നീങ്ങി. ഒരു കാലൊടിഞ്ഞ് വികലാംഗനായി പോയ മൂർത്തി വെള്ളത്തിലേക്ക് കുനിഞ്ഞ് ഒരു പാറക്കഷ്ണം പരതിയെടുത്ത് രാമലഖനെ എറിഞ്ഞു. വയറിന് മീതെ ഏറുകൊണ്ടൊരു ഞെരക്കത്തോടെ രാമലഖൻ പാറയിലിരുന്നു പോയി. ഇടത് കൈകൊണ്ട് വയർ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. മൂർത്തി കരയിലേക്ക് കയറി വന്നു. രാമലഖൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നിലത്ത് കിടന്ന കല്ലെടുത്തു. കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് രാമലഖൻ അയാളുടെ വലത് കൈമുട്ട് അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. ഒരലർച്ച കൂടി മുഴങ്ങി. മരുതനായകൻ കുറച്ചപ്പുറത്തു മാറി ഒരു പാറമേൽ കയ്യെത്തിപ്പിടിച്ച് കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാറയ്ക്ക് വഴുക്കലുള്ളതിനാൽ അയാളുടെ കാൽ ഒരിടത്തും ഉറച്ചില്ല. താടിയെല്ല് പൊട്ടുന്ന ഒരടിയേറ്റ് ഔസേപ്പച്ചൻ നിലത്ത് മുട്ടുകുത്തിപ്പോയി. വിൻസെൻ്റ് തൻ്റെ മരിച്ചുപോയ പെങ്ങളെ ഒരു നിമിഷം ഓർത്തു. അവൻ്റെ മുഷ്ടി ഒരിക്കൽ കൂടി ഔസേപ്പച്ചൻ്റെ മുഖത്ത് പതിഞ്ഞു. തല വിറച്ച് വിറച്ച് ഔസേപ്പച്ചൻ നിലത്ത് കുഴഞ്ഞു വീണു. മൂർത്തി കുമാറിനെയും ഭൈരവനെയും ഉറക്കെ വിളിച്ച് ക്വാറിയിലേക്കുള്ള കയറ്റം കയറി ആടിയാടി പോയിക്കൊണ്ടിരുന്നു. വിൻസെൻ്റ് ഔസേപ്പച്ചൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അനാഥമായി പോയ തൻ്റെ കുടുംബം, താൻ ജയിലിൽ കഴിച്ചുകൂട്ടിയ വർഷങ്ങൾ, ചെയ്യാത്ത കൊലക്കുറ്റത്തിന് തനിക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ, തകർന്നുപോയ വിജിയുടെ ജീവിതം, കൊല്ലപ്പെട്ട നാഗരാജും ജീവിതം നശിച്ചുപോയ അയാളുടെ അമ്മയും പെങ്ങളും എല്ലാം ആ നിമിഷത്തിൽ വിൻസെൻ്റ് ഓർത്തു. ഔസേപ്പച്ചൻ്റെ തല മുകളിലേക്ക് അല്പം ഉയർത്തിയിട്ട് ആ മുഖം പാറയിലേക്ക് ആഞ്ഞുകുത്തി. ഔസേപ്പച്ചൻ കാട്ടുപോ തമറുന്നത് പോലെ ഒന്നമറി വീണ്ടും ഒരു കുത്തുകൂട്ടി. പാറയിലിടിച്ച് അയാളുടെ ചുണ്ടുകളും പല്ലുകളും പൊട്ടിത്തകർന്നു. രാമലഖൻ വലിയൊരു പാറക്കഷ്ണവും കയ്യിൽ പിടിച്ച് മരുതനായകത്തിന് മുൻപിൽ ചെന്ന് നിൽക്കുകയാണ്. പാറവിളുമ്പിൽ അള്ളിപ്പിടിച്ചും കാലുകൾ വെള്ളത്തിലിട്ടടിച്ചും വഴുക്കിലുള്ള പാറയിൽ ചുരമാന്തിയും കരയ്ക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മരുതനായകത്തെ അയാൾ പ്രോത്സാഹിപ്പിച്ചു. ആയേ ആയേ സാബ്, അയാൾ കൈയാട്ടി വിളിച്ചു. മരുതനായകം അല്പം നീന്തി മറ്റൊരു പാറയിൽ ചെന്ന് കയറാൻ ശ്രമിച്ചു. രാമലഖൻ അവിടെയും ചെന്ന് കല്ലുമായി നിന്നു. കിനാരെ പർ ജരാഫി ഊപ്പർ ആയാത്തോ ശേത്താൻമേ തേരി കോബടി ഫോഡ് ദൂങ്ക. കരയ്ക്ക് കയറിയാൽ ചെറുത്താനെ നിന്റെ തല ഞാൻ തകർക്കും. വിൻസെൻ്റ് കത്തിയെടുത്ത് സെബാസ്റ്റ്യനെ പാറപ്പാളിയുമായി ചേർത്ത് കെട്ടിയിരുന്ന ചരടുകൾ അറുത്തു കളഞ്ഞു. അയാളുടെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരുന്ന ചരടും മുറിച്ചു നീക്കി. സെബാസ്റ്റ്യനെ അയാൾ എഴുന്നേൽപ്പിച്ചു നിർത്തി. അയാളുടെ കൈയുടെ കെട്ടഴിച്ചു തൻ്റെ ഇടത് കൈയുമായി കൂട്ടിക്കെട്ടി. ഠാക്കൂർ, അവൻ ലഖൻ സിംഗിനെ വിളിച്ചു. ചലോ അപ്പൻ ചൽത്തേ ഹേ, ഓ ലോക അഭി പഹുഞ്ചാത്തേ ഹി ഹോഗേ. നമുക്ക് പോകാം, അവരിപ്പോഴെത്തും. ലഖൻ സിംഗ് കയ്യിലിരുന്ന പാറക്കഷ്ണം മരുതനായകത്തിൻ്റെ നേർക്ക് ഓങ്ങിക്കൊണ്ട് കൽപ്പിച്ചു. അഗർ ജിന്ദ അബ് നികൽനാ ഹോ തോ ഉസ് പാർ തേർ കുത്തേ. അക്കരയ്ക്ക് നീന്ത് നായെ, ജീവൻ രക്ഷപ്പെടണമെങ്കിൽ അക്കരയ്ക്ക്. മരുതനായകം ഒന്നും മടിച്ചു. ലഖൻ സിംഗ് അയാളുടെ തലയ്ക്ക് നേരെ കല്ലുയർത്തി. ഭയന്നുപോയ മരുതനായകം പാറയിൽ നിന്ന് പിടിപെട്ട് മറുകരയിലേക്ക് നീന്താൻ തുടങ്ങി. തങ്ങൾ കരുതി വന്ന പദ്ധതി ഇനി നടപ്പില്ലെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. ക്വാറിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ്റെ ഷെഡിൽ കയറി അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അയാളെ പൊക്കിയെടുത്ത് അയാളുടെ തന്നെ ജീപ്പിലിട്ടും റോഡ് വരെ കൊണ്ടുവരിക, സെബാസ്റ്റ്യനെ എടുത്ത് കാറിലേക്ക് മാറ്റിയ ശേഷം ജീപ്പ് ഉപേക്ഷിച്ച് കാറിൽ സ്ഥലം വിടുക. ഇതായിരുന്നു വിൻസെൻറ്റും രാമലഖനും കൂടി ആസൂത്രണം ചെയ്ത പ്ലാൻ. ക്വാറിയിലെ ജീപ്പ് തട്ടിയെടുക്കുന്ന പരിപാടി ഇനി നടപ്പില്ല. അത് നിറയെ ആളുകളുണ്ട്. മാത്രമല്ല, ഒന്നിനു പകരം 2 ജീപ്പുകളാണ് അവിടെയുള്ളത്. കാൽനടയായി രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. തങ്ങൾക്ക് രക്ഷപ്പെടാൻ എത്ര സമയം കിട്ടുമെന്ന് വിൻസെൻ്റ് മനക്കുകണക്ക് കൂട്ടി നോക്കി. ക്യാമ്പിലുള്ളവർ 10 മിനിറ്റിനുള്ളിൽ വിവരം അറിയും. അവർ നദിക്കരയിലെത്താൻ 10 മിനിറ്റ്, ഔസേപ്പനെ താങ്ങിപ്പിടിച്ച് ക്യാമ്പിലെത്തിക്കാൻ 20 മിനിറ്റ്, ജീപ്പിൽ തങ്ങളുടെ പിന്നാലെ എത്താൻ ഒരു 20 മിനിറ്റ് കൂടി, എല്ലാം കൂടി 1 മണിക്കൂർ. രാമലഖൻ, ധ്യാൻ രഖന, യേ ഉട്കർ അപ്പനെ പീച്ചെ നഹി ആപായേ. രാമലഖൻ, ഇവൻ എണീറ്റ് നമ്മുടെ പിന്നാലെ ഓടരുത്, വിൻസെൻ്റ് ലഖൻ സിംഗിനോട് പറഞ്ഞു. രാമലഖന് കാര്യം മനസ്സിലായി. അയാൾ വലിയൊരു പാറപ്പൊളി പൊക്കിയെടുത്ത് നിലത്ത് കിടന്ന ഔസേപ്പച്ചൻ്റെ കാലിലേക്ക് ഇട്ടു. പാദം ചതഞ്ഞുപോയ ഔസേപ്പച്ചൻ കഠിനവേദന സഹിക്കാൻ കഴിയാതെ ഒന്നുകൂടി അമറി. വിൻസെൻ്റ് ഷൂസ് ഇട്ട കാലുകൊണ്ട് അയാളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയുരുട്ടി. എന്നിട്ടും പകതീരാതെ മുഖം ഒന്ന് ചവിട്ടിയിരുത്തി. എന്നിട്ട് സെബാസ്റ്റ്യനെ നോക്കി. തോ ദോഡ് സക്താ ഹേ ക്യാ, നിനക്ക് ഓടാൻ കഴിയോ? വായി ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരുന്നതിനാൽ സെബാസ്റ്റ്യന് സംസാരിക്കാൻ വയ്യ. പ്രാണഭീതിയോടെ അയാൾ തലകുലുക്കുക മാത്രം ചെയ്തു. തൽക്കാലം താൻ ആരാണെന്ന് സെബാസ്റ്റ്യനെ അറിയിക്കാതിരിക്കുകയാണ് ബുദ്ധിയെന്ന് വിൻസെൻ്റ് തീരുമാനിച്ചിരുന്നു.
യഹാസെ ജൽത്തി നികൽ ചലോ, വന്ന ഓ ലോക തുജെ മാർ ഡാലേങ്കെ. ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നിന്നെ അവർ കൊല്ലും. അവൻ സ്വരം അല്പം മാറ്റി ഹിന്ദിയിൽ തന്നെയാണ് സംസാരിച്ചത്. രാംലക്കൻ, വിൻസെൻ്റ് വിളിച്ചു. എന്നിട്ട് തൻ്റെ കൈയുമായി കൂട്ടിക്കെട്ടിയ സെബാസ്റ്റ്യൻ്റെ കൈ വലിച്ചുകൊണ്ട് നദിക്കരയിലൂടെ ഓടാൻ തുടങ്ങി. പിന്നാലെ രാംലക്കനും. ക്വാറികൾ പലതും മറികടന്ന് പാറക്കുന്നുകളും കുഴികളും താണ്ടി അവർ ഓടിക്കൊണ്ടിരുന്നു. ഒടിഞ്ഞു തൂങ്ങിയ കൈകളുമായി മൂർത്തി ക്വാറിയിലേക്ക് ചെന്നപ്പോഴും ജീപ്പുകൾക്കുള്ളിൽ മദ്യപാനാഘോഷം അവസാനിച്ചിരുന്നില്ല. മൂർത്തി ഉറക്കെ ചീത്ത വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ചെന്നു. ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന മൂർത്തിയെ കണ്ട് ഭൈരവനും കുമാറും ഡാനിയും അടക്കം സകലരും ഞെട്ടിപ്പോയി. മൂർത്തി സംഭവിച്ചത് അവരോട് പറഞ്ഞു. ആയുധങ്ങളും എടുത്ത് ഒരു സംഘം ആളുകൾ നദിക്കരയിലേക്ക് ഓടി. മരുതനായകൻ ഇതിനകം തിരികെ നീന്തി ഇക്കരെ തന്നെ എത്തിയിരുന്നു. അയാൾ ഔസേപ്പച്ചനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭൈരവനും കുമാറും ഡാനിയും അടങ്ങുന്ന സംഘം നദിക്കരയിലെത്തി. ഔസേപ്പച്ചൻ്റെ മുഖം കണ്ടവർ ഞെട്ടിപ്പോയി. ഇതു പിന്നെയാണ്, സെബാനെ തട്ടിക്കൊണ്ടുപോയി, അവരെ വിടരുത്, അയാൾ ഞെരങ്ങി. വാക്കുകളേക്കാൾ ചോരയാണ് അയാളുടെ വായിൽ നിന്ന് വീണത്. നദിക്കരയിലൂടെയാണ് അവർ ഓടിപ്പോയിരിക്കുന്നതെന്ന് മരുതനായകൻ പറഞ്ഞു. ഡാനി മുഷ്ടി ചുരുട്ടി കൈവെള്ളയിൽ ആഞ്ഞിടിച്ചുകൊണ്ട് പാറപ്പുറത്ത് ഓടി ചാടി ചാടി നടന്നു. ഇവനൊക്കെയാണോ പ്രൊഫഷണൽ കില്ലേഴ്സ്? ഒരുത്തിന് 2 കൈയുമില്ല, ഇനി ഒരുത്തൻ വെള്ളത്തിൽ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഡാനി പല്ല് ഞെരിച്ച് ആരോടൊന്നില്ലാതെ മുരണ്ടു. ഓർക്കാപ്പുറത്തായിരുന്നു ആക്രമണമെന്നും വെള്ളത്തിൽ വീണുപോയതിനാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നും തന്നെ അവർ കരയ്ക്ക് അടുപ്പിച്ചില്ലെന്നും മരുതനായകൻ കുറ്റബോധത്തോടെ പറഞ്ഞു. എന്താ ചെയ്യണ്ടേ? അവന്മാരുടെ പുറകെ ഓടണോ? ഡാനി ഔസേപ്പച്ചനെ നോക്കി. ക്വാറിയിൽ ചെന്നിട്ട് ജീപ്പ് എടുത്തുകൊണ്ട് പോയാൽ മതി. ഔസേപ്പച്ചൻ കഠിന വേദന സഹിച്ചുകൊണ്ട് പിറുപിറുത്തു. അവർ കോട്ടാ ഡാം റോഡിൽ കയറുന്നതിന് മുമ്പേ പിടികൂടിയിരിക്കണം. സെബാനെ കൂടി ചേർത്ത് 3 പേരേയുള്ളൂ. 3നെയും കാണുന്നിടത്ത് വെച്ച് തന്നെ കഥ കഴിച്ചേക്ക്. ഔസേപ്പച്ചന് നടക്കാൻ വയ്യായിരുന്നു. മറ്റുള്ളവരുടെ തോളത്ത് തൂങ്ങി ഒറ്റക്കാലിൽ ചാടി ചാടി അയാൾ ക്വാറിയിലെത്തി. അയാളുടെ ചുണ്ടുകളുടെ സ്ഥാനത്ത് പൊട്ടിച്ചെറിയ 2 മാംസകഷ്ണങ്ങൾ നീര് വെച്ച് ചീർത്തു നിന്നിരുന്നു. ഔസേപ്പച്ചൻ ഷെഡിൽ കയറി പെട്ടിക്കുള്ളിൽ നിന്ന് തൻ്റെ റിവോൾവർ എടുത്തു. നാശം പിടിച്ച നേരത്ത് ഇതെടുത്തോണ്ട് പോകാനും തോന്നിയില്ല. സെബാനെ വകവരുത്താൻ നദിക്കരയിലേക്ക് പോയപ്പോൾ തോക്കെടുത്താലോ എന്ന് ഔസേപ്പച്ചൻ 2 തവണ ആലോചിച്ചതായിരുന്നു. സെബാന് സംശയം വല്ലതും തോന്നിയെങ്കിലോ എന്ന് കരുതിയാണ് അത് വേണ്ടെന്ന് വെച്ചത്. 2 ജീപ്പുകളിലായി ആളുകൾ കയറി. മൂർത്തിയും ഒരു ജീപ്പിൽ കടന്നുകൂടി. അയാളുടെ കൈ രണ്ടും മന്തു ബാധിച്ചതുപോലെ ചീർത്ത് കഴിഞ്ഞിരുന്നു. ക്വാറിയിൽ നിന്ന് ജീപ്പുകൾ കുതിച്ചു പാഞ്ഞു. ഹെഡ്ലൈറ്റുകളിൽ നിന്ന് പാഞ്ഞ വെളിച്ചം ചമ്പൽ നദിക്ക് മീതെ വെട്ടിത്തിളങ്ങി. വിൻസെൻറ്റും രാംലഖനും നദിക്കരയിലെ റോഡിലെത്തിയ ശേഷം ഓട്ടത്തിന് വേഗത കൂട്ടി. സെബാസ്റ്റ്യന് വിൻസെൻറ്റിൻ്റെ ഒപ്പം ഓടാൻ കഴിയുമായിരുന്നില്ല. വിൻസെൻ്റ് അയാളെ വലിച്ചുകൊണ്ട് കാടിന് നടുവിലൂടെയുള്ള കയറ്റം കയറിക്കൊണ്ടിരുന്നു. ടോർച്ച് ഇടയ്ക്കിടെ തെളിയുന്നില്ലെന്ന് പറഞ്ഞ് രാംലഖൻ സർവ്വ ദൈവങ്ങളും നശിച്ചു പോട്ടെ എന്ന് പ്രാകുന്നുണ്ടായിരുന്നു. ഇളകിയ കല്ലും പാറയും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വെളിച്ചമില്ലാതെ നീങ്ങുക എന്നത് ദുഷ്കരമായിരുന്നു. കാട് ഇടതൂർന്നതായതിനാൽ നിലാവെളിച്ചം റോഡിൽ വീഴുന്നുണ്ടായിരുന്നില്ല. മുകളിലേക്ക് കയറും തോറും രാംലഖൻ്റെ വേഗത കുറഞ്ഞു. കിതച്ചിട്ട് അയാൾക്ക് ശ്വാസം ശരിക്ക് കിട്ടിയില്ല. ഠാക്കൂർ, വിൻസെൻ്റ് പുറകോട്ട് നോക്കി വിളിച്ചു പറഞ്ഞു. ഏതാനും വാര പിറകിലായിപ്പോയ രാംലഖൻ എളിക്ക് 2 കൈയും കൊടുത്തു നിന്നു. മുझे अंधेरे में दिखाई नहीं देता, मेरी आंखें बिल्ली नहीं है और ऊपर से उम्र भी 50 पार हो गई है. എനിക്ക് ഇരുട്ടത്ത് കണ്ണ് കാണില്ല. എൻ്റേത് പൂച്ചക്കണ്ണല്ല സാർ. മാത്രമല്ല പ്രായം 50 കഴിഞ്ഞു. കോട്ടാ ഡാം റോഡിലേക്കുള്ള ദൂരത്തിൻ്റെ 3/4 ഭാഗത്തോളം അവർ താണ്ടിക്കഴിഞ്ഞിരുന്നു. പൊടുന്നനെ താഴെ നിന്ന് വളവ് തിരിയുന്ന ജീപ്പിൻ്റെ വെളിച്ചം അവരുടെ മേൽ വീശി. ലക്കൻ സിംഗ്, ഓ ലോഗ് ആ ഗയേ ഹേ. ലക്കൻ സിംഗ്, അവന്മാർ എത്തിക്കഴിഞ്ഞു, വിൻസെൻ്റ് വിളിച്ചു പറഞ്ഞു. വീണ്ടും അവർ കയറ്റം കയറി ഓട്ടം പിടിച്ചു. 4-5 ഹെയർപിൻ വളവുകൾ ഉണ്ടായിരുന്നു താഴെ. ജീപ്പുകൾ ഓരോ വളവ് തിരിയുമ്പോഴും അവരുടെ മേൽ വെളിച്ചം വീഴും. അടുത്ത നിമിഷം ജീപ്പും വെളിച്ചവും വളവിൽ മറഞ്ഞു പോകും. ഒരു ഹെയർപിൻ വളവ് കൂടിയേ ജീപ്പുകൾക്ക് മുമ്പിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഭാഗന നഹി സാബ്, ഭാഗനേസെ ഹം ലോഗ് നഹി ബച്ച് പായേംഗെ. ഓടണ്ട സാർ, ഓടിയാൽ നമ്മൾ രക്ഷപ്പെടില്ല, ലക്കൻ സിംഗ് വിളിച്ചു പറഞ്ഞു. വിൻസെൻ്റ് നിന്നു, കൂടെ സെബാനും. ജീപ്പുകൾ എത്തും മുമ്പേ തങ്ങൾക്ക് കാറിനെടുത്ത് എത്താൻ കഴിയില്ലെന്ന് വിൻസെൻറ്റിന് ഉറപ്പായി. അബ് തോ ഇൻസെ ഫിറ്റ്ന ഹി പടേഗ ഓർ കോയി രാസ്ത നഹി ഹെ. പൊരുതുക, അതേയുള്ളൂ നിവൃത്തി. പോക്കറ്റിൽ നിന്ന് പേനാക്കത്തി എടുത്ത് നിവർത്തിക്കൊണ്ട് ലക്കൻ സിംഗ് കിതപ്പോടെ പറഞ്ഞു. വിൻസെൻ്റ് ഹതാശനായി. പഠിക്കലോളം കൊണ്ടുവന്ന കുടം താഴെ വീണുടയാൻ പോകുന്നു. അവരെത്ര പേരുണ്ടാവും? 10-12?
എങ്ങനെയാണ് അവരെ നേരിടുക? വിൻസെൻ്റ് ചുറ്റും നോക്കി. ഇരുവശത്തും അന്ധകാരം നിറഞ്ഞ നിബിഡ വനം, വള്ളിപ്പടർപ്പുകളും മുൾക്കെട്ടുകളും. വിൻസെൻ്റ് സെബാസ്റ്റ്യൻ്റെ നേർത്ത നോട്ടം തിരിച്ചു. സെബാസ്റ്റ്യൻ നിരാശയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി. ജീപ്പുകൾ കാണാനില്ലെങ്കിലും അതിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള പ്രകാശം കുന്നിന് താഴെയുള്ള വൃക്ഷത്തലപ്പുകളിൽ വീഴുന്നത് കാണാമായി. പെട്ടെന്ന് മുകളിലെ റോഡിൽ നിന്നും വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. ഒന്നോ രണ്ടോ വണ്ടികൾ ഇറക്കമിറങ്ങി വരുന്നതിൻ്റെ വെളിച്ചവും കാണായി. വിൻസെൻ്റ് വേഗം റോഡിൽ നിന്ന് സെബാസ്റ്റ്യനെയും വലിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടിക്കയറി. രാംലഖൻ, അയാൾ വിളിച്ചു. ലഖൻ സിംഗും ഓടി കാട്ടിലേക്ക് കയറി. അവർ വള്ളിപ്പടർപ്പുകൾക്ക് കീഴിൽ പതുങ്ങി. 2 ജീപ്പുകൾ ഇറക്കമിറങ്ങി വരുന്നുണ്ടായിരുന്നു. 3 പേരും കിതപ്പടക്കി പതുങ്ങിയിരുന്നു. മുകളിൽ നിന്ന് സാവധാനം ഇറങ്ങി വന്ന ജീപ്പുകൾ രണ്ടും അവരുടെ സമീപത്തു കൂടി താഴേക്ക് പോയി. അപ്പോഴേക്കും താഴത്തെ കൊടും വളവ് തിരിയുന്ന ജീപ്പുകളുടെ വെളിച്ചം കാണാമെന്നായി. രാംലഖൻ വിൻസെൻറ്റിനെ തോണ്ടി. വഹാം പർ റോഡ് ज़्यादा जोड़ी नहीं है, इसलिए दोनों गाड़ियों को आपस में साइड देने में समय लगेगा. यह एक अच्छा अवसर है. അവിടെ റോഡിന് വീതിയില്ല. സൈഡ് കൊടുത്ത് കയറി വരാൻ സമയം പിടിക്കും. ഇത് പറ്റിയ അവസരമാണ്. രാംലഖൻ പിറുപിറുത്തു. അത് ശരിയാണെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. താഴത്തെ വളവ് തിരിഞ്ഞുകൊണ്ടിരുന്ന ജീപ്പുകളിൽ നിന്നുള്ള ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം അണഞ്ഞു. സെബാൻ്റെ കൈക്ക് പിടിച്ച് വിൻസെൻ്റ് വീണ്ടും റോഡിൽ ചാടി. കൂടെ ലഖൻ സിംഗും. രാംലഖൻ, ടോർച്ച് മത് ജലാന. രാംലഖൻ, ടോർച്ച് തെളിച്ചേക്കരുത്, വിൻസെൻ്റ് മുന്നറിയിപ്പ് നൽകി. അവർ ഇരുട്ടിലൂടെ വേഗത്തിൽ കയറ്റം കയറി പോയിക്കൊണ്ടിരുന്നു. വിൻസെൻറ്റിനെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഔസേപ്പച്ചൻ്റെ സംഘത്തിന് മുകളിൽ നിന്നും ഇറങ്ങി വന്ന ജീപ്പുകൾ തടസ്സമായി. കൊടും വളവാണ്. സൈഡ് തീരെയില്ല. മുകളിലോട്ടും വയ്യ, താഴോട്ടും വയ്യ. മുൻസീറ്റിൽ സൈഡിൽ ഇരുന്ന ഡാനി ചാടി ഇറങ്ങി. ആരടാ അത്? ഏത് നഗരത്തിലോട്ട് പോകുന്നടാ ചെകുത്താന്മാരെ ഈ രാത്രിയിൽ? അയാൾ മുന്നിൽ കണ്ട ജീപ്പുകളുടെ നേർ കലറി. മുന്നിൽ കാണപ്പെട്ട ജീപ്പുകളിലെ ഹെഡ്ലൈറ്റുകളിൽ നിന്നുള്ള വെളിച്ചമേറ്റ് അയാളുടെ കണ്ണഞ്ചി. കൈപ്പത്തി കൊണ്ട് കണ്ണിന് മറപിടിച്ച് അയാൾ അട്ടഹസിച്ചു. ലൈറ്റ് അണയ്ക്കടാ നായിൻ്റെ മക്കളെ. അവന്മാരോട് ഒതുക്കി നിർത്താൻ പറടാനി, ഇല്ലെങ്കിൽ ഇടിച്ച് കാട്ടിലോട്ട് മറിച്ചിട്ടിട്ട് പോ. ഔസേപ്പച്ചൻ ഞെരങ്ങി. കുമാർ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് തെളിച്ചു. അപ്പോൾ മുന്നിലെ ജീപ്പുകളിലെ ഹെഡ്ലൈറ്റ് അണഞ്ഞു. യൂണിഫോം ധരിച്ച പോലീസുകാർ മുന്നിലുള്ള ജീപ്പുകളിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ഔസേപ്പച്ചനും സംഘവും സ്തംഭിച്ചു പോയി. പോലീസുകാർ അവരുടെ ജീപ്പിന് നേർക്ക് വന്നു. ഓടിക്കോ, ഡാനി വിളിച്ചു പറഞ്ഞു. ജീപ്പിന് വെളിയിലിറങ്ങി നിന്ന ഡാനിയും ഭൈരവനും പുറകോട്ട് തിരിഞ്ഞോടി. പിന്നിലെ ജീപ്പിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓട്ടം പിടിച്ചു. മുന്നിലെ ജീപ്പിൽ കുമാറും ഔസേപ്പച്ചനും മാത്രം ശേഷിച്ചു. പുറകിലെ ജീപ്പിൽ മൂർത്തിയും മരുതനായകവും. ഔസേപ്പച്ചനും മൂർത്തിക്കും ഓടാൻ കഴിയുമായിരുന്നില്ല. പോലീസുകാർ ഓടിയവരെ അല്പദൂരം പിന്തുടർന്നുവെങ്കിലും ആരെയും പിടികിട്ടിയില്ല. കോട്ടാഡാം റോഡിൽ നിന്നും ഡോബിയാക്കി ഖാനിലേക്ക് തിരിയുന്നിടത്ത് കാർ നിർത്തിയിട്ട് ജോഷി ജോൺസ് അതിൽ നിന്ന് ഇറങ്ങി ജീപ്പിൽ കയറിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. കാർ യാത്രയ്ക്ക് പറ്റിയ റോഡല്ലാത്തതിനാൽ കാർ കോട്ടാഡാം റോഡിനരികിൽ ഒതുക്കിയിട്ടിട്ടാണ് അവർ പോകുന്നത്. ജോഷി ജോൺസും സംഘാംഗങ്ങളും ഔസേപ്പച്ചൻ്റെ ജീപ്പിനടുത്ത് വന്നു. ജീപ്പിലുള്ളവരോട് പുറത്തിറങ്ങി വരാൻ പോലീസ് ആവശ്യപ്പെട്ടു. കുമാർ ഇറങ്ങിയതും ചെകിട് തീർത്ത് ഒരടി കിട്ടി. ക്യോംബേ വാ ലോഗ് കിസ്ലിയെ ഭാഗ്യേ, എന്തിനാണ് അവന്മാർ ഓടിക്കളഞ്ഞത്? കോട്ടായിൽ നിന്ന് ജോഷിക്കും സംഘത്തിന് തുണയായി വന്ന ASI ചോദിച്ചു. കുമാറിന് മറുപടിയില്ലായിരുന്നു. മറുപടി പറയാൻ തക്ക ഹിന്ദിയൊന്നും അയാൾക്ക് വശമുണ്ടായിരുന്നില്ല. ഔസേപ്പച്ചൻ നിരങ്ങി സീറ്റിൻ്റെ വിളമ്പിൽ വന്നു. അബേ ഇതർ യഹാം ഖടാ ഹോജ, ഇങ്ങോട്ടിറങ്ങി നിൽക്കടാ, ASI ആജ്ഞാപിച്ചു. അതിനിടയിൽ മറ്റു പോലീസുകാർ പിന്നിലെ ജീപ്പിൽ പതുങ്ങിയിരുന്ന മരുതനായകത്തെയും മൂർത്തിയെയും പിടിച്ചിറക്കി. ഇറങ്ങാൻ വയ്യാതെ വിഷമിച്ചിരുന്ന ഔസേപ്പച്ചനെ ഒരു കോൺസ്റ്റബിൾ വലിച്ചു ചാടിച്ചു. ഔസേപ്പച്ചൻ വേദന കൊണ്ട് പുളഞ്ഞുപോയി. ഇവിടെ നിന്ന് അട്ടഹസിച്ചിട്ട് ഓടിപ്പോയവർ ആരായിരുന്നടാ? മലയാളം പറയുന്നവനാണല്ലോ അവൻ. ഔസേപ്പച്ചനെയും കുമാറിനെയും നോക്കി ജോഷി ചോദിച്ചു. തെരിയാതെ സാർ, കുമാർ പറഞ്ഞു. ഓ, നീ തമിഴനാണല്ലേ? തെരിയാതെങ്കിൽ അവൻ എങ്ങനെയാണ്ടാ നിൻ്റെ കൂടെ ഈ ജീപ്പിൽ കടന്നുകൂടിയത്? കുമാറിന് ഉത്തരമില്ല. നീ മലയാളിയാണോടാ? ഔസേപ്പച്ചനോട് ജോഷി ചോദിച്ചു. നോ സർ, ജി നഹി സർ. മലയാളിയല്ലെങ്കിൽ പിന്നെ നിനക്കെങ്ങനെ മനസ്സിലായിടാ എൻ്റെ ചോദ്യം? ജോഷി കയർത്തു. വെളിച്ചത്തോട്ട് നീങ്ങി നിൽക്കടാ. ജോഷി അവൻ്റെ ഹെഡ്ലൈറ്റിനെ വെളിച്ചത്തിന് നേർക്ക് തള്ളി നീക്കി. ഔസേപ്പച്ചൻ്റെ ചതഞ്ഞു വീർത്ത മുഖം അപ്പോഴാണ് ജോഷി കണ്ടത്. നീ മലയാളിയല്ലേ? അതെ. നിൻ്റെ മുഖത്തിനെന്തു പറ്റി? ഒരു ആക്സിഡൻറ്റ് പറ്റിയതാ. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുക. മലയാളിയല്ലെന്ന് ചോദിച്ചപ്പോൾ നീ എന്തിന് കള്ളം പറഞ്ഞു? ഇവിടുത്തെ പോലീസുകാരനാണെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പോലീസുകാർക്ക് എന്താ കുഴപ്പം?
മദ്രാസികളെ അവർ കാര്യമില്ലാതെ ഉപദ്രവിക്കും. ജീപ്പിലുണ്ടായിരുന്നവരെന്തിനാ ഇറങ്ങി ഓടിയത്? പോലീസുകാരാണെന്ന് കണ്ടപ്പോൾ അവർ ഭയന്നു പോയി കാണും. വളരെ വിഷമിച്ച ഔസേപ്പച്ചൻ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. പോലീസുകാരെ അവർ ഭയക്കേണ്ട കാര്യമെന്താ? അവരും മലയാളികളാണോ? അതെ, പോലീസിനെ ചീത്ത വിളിച്ചതിന് തല്ല് കിട്ടുമെന്ന് കരുതി ഓടിയതാ. മരുതനായകത്തെയും മൂർത്തിയെയും പോലീസ് വെളിച്ചത്തിന് നേർക്ക് കൊണ്ടുവന്നു. മൂർത്തിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചാണ് കൊണ്ടുവന്നത്. തൻ്റെ കൈ രണ്ടും ഒടിഞ്ഞിരിക്കുകയാണെന്നും നിലവിളിച്ച് കരഞ്ഞ മൂർത്തി ഒടുവിൽ നായ പോങ്ങുന്നത് പോലെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ഇയാളുടെ കൈ എങ്ങനെ ഒടിഞ്ഞു? ജോഷി ചോദിച്ചു. പാറ ലോഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം പിടിവിട്ടു മറിഞ്ഞു വീണു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ അപകടം പറ്റിയത്, ഔസേപ്പച്ചൻ വിക്കി പറഞ്ഞു. ഓഹോ, അത് ശരി. എന്താ നിൻ്റെ പേര്? തോമസ്. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ എതിരേ വന്നത്. കള്ള് നാറിയിട്ട് നിൻ്റെയൊന്നും അടുത്ത് നിൽക്കാൻ വയ്യല്ലോടാ. ജോഷി മൂക്കു ചുളിച്ചു. പോലീസുകാർ 2 ജീപ്പിലും തെരച്ചിൽ നടത്തി. ഒഴിഞ്ഞ ചില മദ്യക്കുപ്പികളല്ലാതെ മറ്റൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് എവിടെയാ ജോലി? ജോഷി ഔസേപ്പച്ചനോട് ചോദിച്ചു. ഡോബിയാക്കി കാനിൽ ക്വാറിയിലെ സൂപ്പർവൈസറായിട്ട്. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പൊയ്ക്കോട്ടെ സാർ? വേദന താങ്ങാൻ വയ്യ. മറ്റേയാളുടെ കൈ ഒടിഞ്ഞിരിക്കുക. ജോഷി ഏതാനും നിമിഷം സംശയിച്ച് നിന്നു. ശരി, പൊയ്ക്കോ. ഡോബിയാക്കി ക്യാനിലോട്ട് ഇവിടെ നിന്ന് ഇനി എത്ര ദൂരമുണ്ട്? കഷ്ടിച്ച് 1.5 കിലോമീറ്റർ. ഡോബിയാക്കി കാനിൽ ഒരു ഷൺമുഖൻ ചെട്ടിയാരെ അറിയാമോ? ജോഷി പൊടുന്നനെ ചോദിച്ചു. ഷൺമുഖൻ ചെട്ടിയാർ? ഇല്ല സാർ. കോട്ട സ്റ്റോൺ ക്വാറി നടത്തുന്ന ഒരു തമിഴൻ, കേട്ടിട്ടില്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരാളെ പറ്റി ആദ്യമായിട്ട് കേൾക്കുക. ഒരു മദ്രാസി ഇവിടെ സ്വന്തമായിട്ട് ക്വാറി നടത്തുന്നുണ്ടോ? 3-4 മദ്രാസികൾ ഇവിടെ സ്വന്തമായി ക്വാറി നടത്തുന്നുണ്ട് സാർ. എന്തൊക്കെയാണ് അവരുടെ പേരുകൾ? ഒരാൾ ഗോപാലസ്വാമി, ഇനിയൊരാൾ ദേവരാജ്, മറ്റവൻ പ്രഭാകർ. MS ഷൺമുഖൻ ചെട്ടിയാർ എന്നൊരാൾ മാത്രമേ ഇല്ലേ? കേട്ടിട്ടില്ല സാർ. ശരി, നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളൂ. താങ്ക് യു സാർ. കുമാറാണ് ഔസേപ്പച്ചനെയും മൂർത്തിയെയും താങ്ങി പിടിച്ച് ജീപ്പിൽ കയറ്റിയത്. നിങ്ങളൽപ്പം പുറകോട്ട് ഇറങ്ങി സൈഡ് തരേണ്ടി വരും, ജോഷി നിർദ്ദേശിച്ചു. മരുതനായകം ആദ്യം പിന്നിലെ ജീപ്പ് താഴേക്ക് ഉരുട്ടിയിറക്കി. ഔസേപ്പച്ചനെ താങ്ങി പിടിച്ച് ജീപ്പിൽ കയറ്റി ഇരുത്തിയ ശേഷം കുമാറും ജീപ്പ് പിന്നോട്ട് നീക്കി. സൈഡ് കൊടുക്കാവുന്ന ഭാഗത്തെത്തിയപ്പോൾ 2 പേരും ജീപ്പുകളും അരികു ചേർന്ന് നിർത്തിക്കൊടുത്തു. ആ ജീപ്പുകളെ മറികടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോഷി ഔസേപ്പച്ചനിരുന്ന ജീപ്പിന് പിന്നിലെ ജീപ്പിൻ്റെ നിറം ശ്രദ്ധിച്ചത്. ചുവപ്പ്. സെബാസ്റ്റ്യൻ്റെ ചുവന്ന നിറമുള്ള ജീപ്പിനെ പറ്റി സീമ പറഞ്ഞത് പെട്ടെന്ന് ജോഷിയുടെ ഓർമ്മയിൽ വന്നു. അയാൾ ഡ്രൈവറോട് ജീപ്പ് നിർത്താൻ ആവശ്യപ്പെട്ടു. പോക്കറ്റ് ഡയറി എടുത്തുകൊണ്ട് ജോഷി വെളിയിലിറങ്ങി. വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്ന് ഡയറിയിൽ നോക്കി സീമ പറഞ്ഞു കൊടുത്ത രജിസ്ട്രേഷൻ നമ്പർ നോക്കി. നമ്പർ അതുതന്നെ. ഔസേപ്പച്ചൻ ജോഷിയെ നോക്കിക്കൊണ്ട് വലിയൊരു സഹായം ചെയ്യുന്ന ഭാവത്തിൽ പറഞ്ഞു. സൂക്ഷിച്ചു പോകണം സാർ, റോഡ് വളരെ മോശമാണ്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ? അടുത്ത് ചെന്നിട്ട് ജോഷി ഔസേപ്പച്ചനോട് ചോദിച്ചു. ഇല്ല സാർ. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്ക്. ഔസേപ്പച്ചൻ ബന്ധപ്പെട്ട് ചതഞ്ഞ കാൽ വലിച്ച് ജീപ്പിന് വെളിയിലിറങ്ങി. എന്താ സാർ? ചെറിയൊരു ചെക്കിങ്. ജോഷി ആദ്യം ഔസേപ്പച്ചൻ്റെ ദേഹപരിശോധന നടത്തി. ഔസേപ്പച്ചൻ്റെ എളിയിൽ തപ്പിയപ്പോൾ കട്ടിയുള്ള എന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞു. ജോഷി വേഗം സർവീസ് റിവോൾവർ കയ്യിലെടുത്തു. 2 ജീപ്പുകളിലും ഉള്ളവർ പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. കുമാർ ജീപ്പിൻ്റെ മറുവശത്തേക്ക് ഇറങ്ങി. പിന്നെ കാട്ടിലെ പടർപ്പുകൾ ഞെരിയുന്ന ഒച്ചയാണ് കേട്ടത്. ജോഷി മറുവശത്തേക്ക് വന്നപ്പോഴേക്കും അപകടം മനസ്സിലാക്കിയ കുമാർ കാട്ടിലെ ഇരുട്ടിലേക്ക് ഓളിയിട്ട് കഴിഞ്ഞിരുന്നു. ജോഷി നിർദ്ദേശിച്ചതനുസരിച്ച് മറ്റു പോലീസുകാരും ജീപ്പിന് വെളിയിലിറങ്ങി. കുടുങ്ങിയെന്നുറപ്പായ മരുതനായകൻ റോഡിലിറങ്ങി പിന്നോട്ടോടി. കുറച്ചു ദൂരം മാത്രമേ അയാൾക്ക് ഓടാൻ കഴിഞ്ഞുള്ളൂ. അവശനായിരുന്നതിനാൽ അയാൾ വീണുപോയി. പിന്നാലെ ചെന്ന പോലീസുകാർ അയാളെ വളഞ്ഞു പിടിച്ചു. ജോഷി ഇതിനകം ഔസേപ്പച്ചൻ്റെ കൈവശമുണ്ടായിരുന്ന കൈത്തോക്ക് പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. അയാളുടെ പോക്കറ്റുകളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചു. ഔസേപ്പച്ചൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ജോസഫ് വർഗീസ് എന്ന പേരും ഫോട്ടോയും. നിനക്ക് ഡ്രൈവിംഗ് അറിയില്ല അല്ലേ ബാസ്റ്റഡ്? ചോദ്യവും ഔസേപ്പച്ചൻ്റെ പിടലിയിൽ അടി വീണതും ഒപ്പം കഴിഞ്ഞു. ഇനി രക്ഷയില്ലെന്ന് ഔസേപ്പച്ചന് മനസ്സിലായി. വിൻസെൻ്റ് സംഘവും ഇതിനകം കോട്ടാഡാം റോഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറ് വിൻസെൻ്റ് താക്കോലിട്ട് തുറന്നു. സെബാസ്റ്റ്യൻ്റെ കൈയും കാലും 2 പേരും കൂടി കൂട്ടിക്കെട്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് സെബാസ്റ്റ്യന് മനസ്സിലായില്ല. വിൻസെൻ്റും ലക്കൻസിങ്ങും കൂടി സെബാസ്റ്റ്യനെ കാറിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. ഒറ്റ നോട്ടത്തിൽ ബാക്ക് സീറ്റ് എന്ന് തോന്നത്തക്ക വിധം പുറമേ കട്ടി കുറഞ്ഞ സ്പോഞ്ചും
റെക്സിന് പതിപ്പിച്ച ടിൻ ഷീറ്റ് കൊണ്ടുള്ള മൂടി തുറന്നു. ശവപ്പെട്ടി പോലെ കാണപ്പെട്ട അറയിലേക്ക് സെബാസ്റ്റ്യൻ്റെ ശരീരം എടുത്ത് മലർത്തി കിടത്തി. വായ് മൂടി ഒട്ടിച്ച ഇൻസുലേഷൻ ടേപ്പ് കാരണം സെബാസ്റ്റ്യന് തലയിട്ട് ഇളക്കാനും ഞരങ്ങാനും മൂളാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. കൈകാലുകൾ അനക്കാൻ വയ്യാത്ത വിധം കൂച്ചിക്കെട്ടിയിരുന്നു. വിൻസെൻ്റ് തൻ്റെ മുഖംമൂടി അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, നീ അവിടെ കിടന്ന് ചത്തുപോകുകയൊന്നുമില്ല. വായു കടക്കാനുള്ള ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. സെബാസ്റ്റ്യന് അപ്പോഴാണ് ആളെ മനസ്സിലായത്. വിന്നി. പായിപ്പാട്ട് വിൻസെൻ്റ്. അല്ലെങ്കിൽ തന്നെ പണ്ടേ ചത്തവനല്ലേടാ നീ, പരേതാത്മാവ്. എനിക്ക് നിൻ്റെ ശവം കിട്ടിയാലും മതി. വിൻസെൻ്റ് മൂടി അടച്ച് ലോക്കിട്ടു. ഇപ്പോഴത് കാറിൻ്റെ പിൻസീറ്റ് തന്നെ. അഴിച്ച് ഡിക്കിയിലിട്ടിരുന്ന കാറിൻ്റെ ടയർ വിൻസെൻറ്റും രാംലഖനും കൂടി വേഗത്തിൽ കടുപ്പിച്ചു. ജാക്കി താഴ്ത്തിയെടുത്ത് ഡിക്കിയിലിട്ടു. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി. അബ് ചൽത്തേ ഹേ, ഇനി പോകാം, വിൻസെൻ്റ് ലഖൻ സിംഗിനോട് പറഞ്ഞു. ലഖൻ സിംഗ് മുൻസീറ്റിൽ കയറി, വിൻസെൻ്റ് ഡ്രൈവിംഗ് സീറ്റിലും. കാർ കുതിച്ചു പാഞ്ഞു. വോ തോ അച്ഛാ ഹുവാ ഉസ് സമയ വോ ഗാഡി ആ ഗയി വർന ഹം ലോഗ് ഉൻകെ ഹാത്ത് പട്ട് ജാത്തെ. ആ സമയത്ത് മറ്റേ വണ്ടികൾ വന്നതും വലിയ രക്ഷയായി. ഇല്ലെങ്കിൽ നമ്മൾ അവന്മാരുടെ പിടിയിൽ അകപ്പെട്ടത് തന്നെ, ലഖൻ സിംഗ് പറഞ്ഞു. ഭാഗ്യ ഓർ ഭാഗ്യവാൻ ദോനോ ഹി ഹമാരെ സാത്ത് ഹേ. ഭാഗ്യവും ദൈവവും നമ്മുടെ കൂടെയാണ് രാംലഖൻ, വിൻസെൻ്റ് പറഞ്ഞു. കാർ ബൊറോബാസിലെത്തിയ ശേഷം നീമച്ച് കോട്ട റോഡിലേക്ക് തിരിഞ്ഞ് വേഗതയെടുത്തു. കാൽ ചതഞ്ഞു പോയതിനാൽ നിൽക്കാൻ ബുദ്ധിമുട്ടിയ ഔസേപ്പച്ചനെ ജോഷി ജീപ്പിൻ്റെ ബമ്പറിലേക്ക് ഇരുത്തി. എന്നിട്ട് ഔസേപ്പച്ചനെ സൂക്ഷിച്ചു നോക്കി. ഇല്ലിക്കൽ ഔസേപ്പച്ചൻ, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവൻ. പുറമേ പാവം പരോപകാരി, അകമേ നീചൻ, ബുദ്ധിരാക്ഷസൻ അല്ലേടാ. ഔസേപ്പച്ചൻ തല കുനിച്ചു. ജോഷി അയാളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് തല നേരെ നിർത്തി. ഇനി പറയടാ, പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ എവിടെ? അവനെ തേടി വന്ന പായിപ്പാട്ട് വിൻസെൻ്റ് എവിടെ? ഉത്തരമില്ല. ഓ, പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ അല്ലേ? അവൻ ചത്തുപോയില്ലേ? ശരി, MS ഷൺമുഖം എവിടെ? ഊട്ടിക്കാരൻ ചെട്ടിയാർ? എനിക്കറിയില്ല, നിന്നെ കൊണ്ട് പറയിക്കും ഞാൻ. ഇനി നിനക്ക് രക്ഷയില്ല ഔസേപ്പച്ച. പറഞ്ഞു, എവിടെ സെബാസ്റ്റ്യൻ? നിനക്കും നിൻ്റെ കൂടെയുള്ളവർക്കും എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോവുകയായിരുന്നു? പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. വിൻസെൻറ്റിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. നീ പറയില്ല അല്ലേ? ജോഷി അയാളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് ഇടിച്ചു. ഔസേപ്പച്ചൻ വേദന കൊണ്ട് പുളഞ്ഞു. നീ അവരെ കൊന്നോ? സത്യം പറഞ്ഞേക്ക്, അതാണ് നിനക്ക് നല്ലത്. ഔസേപ്പച്ചൻ ജോഷിയെ തറപ്പിച്ച് നോക്കി. ചുമ്മാ വരട്ടാതെ സാറേ, നിങ്ങൾക്കാർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആൻസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ടുണ്ട് ഞാൻ, കേരള ഹൈക്കോടതിയിൽ നിന്ന്, മുൻകൂർ ജാമ്യം. ഔസേപ്പച്ചൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല. അയാൾ കൂസലെന്നിയെ പറഞ്ഞു. ഊണും ഉറക്കവുമില്ലാതെ മണിക്കൂറുകൾ എണ്ണിക്കഴുകിയായിരുന്നു സീമ ജോൺസ്. അവൾ എപ്പോഴും ഫോണിനരികെ തന്നെ കഴിഞ്ഞുകൂടി. ഇടത് കൈയിൽ സെൽഫോൺ, വലതു കൈപ്പാങ്ങിന് വീട്ടിലെ ഫോൺ. ആരാണ് ആദ്യം വിളിക്കുകയെന്നറിയില്ല. ജോഷിച്ചായനോ അതോ വിന്നിച്ചായനോ? രണ്ടുപേരെ പറ്റിയും ഒരു വിവരവുമില്ല. ഇതിനകം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? വിന്നിച്ചായന് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞുവോ? ഔസേപ്പച്ചൻ സെബാസ്റ്റ്യനെ വകവരുത്തിയിട്ടുണ്ടാവുമോ? വിന്നിച്ചായനും ഔസേപ്പച്ചൻ്റെ കയ്യിൽ ചെന്ന് പെട്ടിരിക്കുമോ? ടെൻഷനും വീർപ്പുമുട്ടലും കൊണ്ട് തൻ്റെ ആയുസ് ചുരുങ്ങി വരികയാണെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്ക് ഷാനി വന്ന് അവളോട് പറഞ്ഞു, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത്, നീ ഇത്ര ടെൻഷൻ പിടിക്കാൻ. അവർ വിളിക്കേണ്ട സമയത്ത് വിളിക്കും, തിരിച്ചു വരേണ്ട സമയത്ത് വരും. നീ ഇവിടെ ഫോണിനടുത്ത് ഊണും ഉറക്കവുമില്ലാതെ കുത്തിയിരുന്നാൽ അവിടുത്തെ കാര്യങ്ങൾ വല്ലതും മാറ്റിമറിക്കാൻ പറ്റുമോ? സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും. ചേച്ചിക്കറിയില്ല എൻ്റെ വിഷമം. തീക്കുണ്ടത്തിലാ എൻ്റെ ഇരിപ്പ്. എൻ്റെ മോളെ, നീ വല്ലതും കഴിക്കുകയെങ്കിലും ചെയ്യ്, ക്ലാരമ്മ മകളെ ഉപദേശിച്ചു. എനിക്കൊരു പ്രാർത്ഥനയുണ്ട് മമ്മി, അത് ഫലിക്കാതെ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ സീമയുടെ സെൽഫോണിൽ നിന്ന് സംഗീതം ഒഴുകി. ഉദ്യോഗത്തോടെ അവൾ അത് കാതോട് ചേർത്തു. ഹലോ, സീമയാണ്. സീമ, ഇത് ഞാനാ, വിൻസെൻ്റ്. വികാര വിജൃംഭിതമായ ശബ്ദം അവൾ കേട്ടു. ഞങ്ങളവനെ പിടിച്ചു മോളെ, നമ്മൾ ജയിച്ചു. ഞങ്ങളങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. പാദം മുതൽ നെറുക വരെ ഒരു വിദ്യുത് തരംഗം പാഞ്ഞു കയറിയതുപോലെ തോന്നി സീമയ്ക്ക്. കേട്ടിട്ട് വിശ്വാസം വരുന്നുമില്ല. എന്താ വിന്നിച്ചായ, ഒന്നുകൂടെ പറ. പള്ളിത്താഴത്ത് സെബാനെ നമ്മൾ പിടിച്ചു, ജീവനോടെ. പൊന്നുമോള് വേഗം പോയിരുന്ന് പത്രത്തിന് കൊടുക്കാനുള്ള സ്റ്റോറി എഴുതിക്കോ. ഞങ്ങളങ്ങോട്ട് വരികയാ, സമയം തീരെയില്ല. ഓക്കെ, ബൈ. ലൈൻ മുറിഞ്ഞു. സീമ സെൽഫോൺ മുറുകെ പിടിച്ച് ഏതാനും നിമിഷം സ്തംഭിച്ചിരുന്നു. പിന്നെ മേശയിലേക്ക് തലചായ്ച്ച് വിങ്ങിക്കരഞ്ഞു.
ഔസേപ്പച്ചനെയും മൂർത്തിയെയും മരുതനായകത്തെയും പോലീസ് സംഘം കോട്ട റോഡിൽ എത്തിച്ചു. ഔസേപ്പച്ചനെ ജോൺസ് കുറെ അധികം ചോദ്യം ചെയ്തുവെങ്കിലും അയാൾ ഒന്നും വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. വിൻസെന്റും സെബാസ്റ്റ്യനുമായി തനിക്ക് ഇടപാടൊന്നുമില്ല, അവരെ താൻ അടുത്തയിടയ്ക്ക് കണ്ടിട്ടുപോലുമില്ല എന്നായിരുന്നു അയാളുടെ നിലപാട്. കൈ രണ്ടും തകർന്ന മൂർത്തിയെക്കൊണ്ട് എന്തെങ്കിലും പറയിക്കാമോ എന്ന് ജോഷി ശ്രമിച്ചു നോക്കി. വേദന സഹിക്കാനാവാതെ അയാൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ജോഷി അവരെ കാറിൽ കയറ്റി പോലീസ് കാവലോടെ കോട്ടായിലേക്ക് അയച്ചു. കോട്ട ജില്ലാ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ച് അത്യാവശ്യം വേണ്ട വൈദ്യസഹായം നൽകി. ജോഷിയും ശേഷിച്ച പോലീസ് സംഘവും അപ്പോഴേക്കും ഡോബിയാക്കി ക്യാനിലെത്തിയിരുന്നു. കനത്ത മഞ്ഞും തണുപ്പും കാരണം അവർക്ക് മുന്നോട്ടുള്ള നീക്കം അത്ര എളുപ്പമായിരുന്നില്ല. കോട്ടായിൽ നിന്ന് ജോഷിയോടൊപ്പം പോന്നിരുന്ന പോലീസുകാർ ആദ്യം കണ്ട ക്വാറിയിലുണ്ടായിരുന്നവരെ വിളിച്ചുണർത്തി ഷൺമുഖത്തിൻ്റെ സ്റ്റോൺ ക്വാറി എവിടെയെന്ന് അന്വേഷിച്ചു. അവരിൽ ഒരാളെ വഴികാട്ടിയായി ജീപ്പിൽ കയറ്റി ഷൺമുഖത്തിൻ്റെ ക്വാറിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഷെഡുകളിൽ കിടന്നുറങ്ങിയിരുന്ന തൊഴിലാളികളെ പോലീസ് വിളിച്ചുണർത്തി. അവരിൽ മിക്കവരും മദ്യലഹരിയിലായിരുന്നു. ശരിയാവണ്ണം എഴുന്നേറ്റ് നിൽക്കാനും ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അവരിൽ പലർക്കും കഴിഞ്ഞില്ല. പോലീസ് ഷൺമുഖം എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുറേ മുമ്പ് ഷൺമുഖം അയാളുടെ ജീപ്പിൽ ക്വാറി വിട്ടു പോയി എന്ന് ഒരാൾ മറുപടി പറഞ്ഞു. അയാൾ തനിക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഊട്ടിയിൽ നിന്ന് ഷൺമുഖം മുതലാളിയുടെ ബിസിനസ് പാർട്ണർ ഒരു ജീപ്പിൽ സ്റ്റോൺ ക്വാറിയിൽ എത്തിയിരുന്നു. അയാളോടൊപ്പം ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം വിളിച്ചു കൂട്ടിയ ഷൺമുഖം താൻ ക്വാറി മറ്റൊരാൾക്ക് കൈമാറിയിട്ട് ഇവിടം വിട്ടുപോവുകയാണെന്ന് അറിയിച്ചു. മദ്യം വാങ്ങിക്കൊടുത്ത തൊഴിലാളികളെ എല്ലാം സൽക്കരിച്ചു. രാത്രി തന്നെ അവർ ഇവിടം വിട്ടുപോവുകയും ചെയ്തു. ഔസേപ്പച്ചൻ വന്ന അപകട സൂചന നൽകി സെബാസ്റ്റ്യനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയായിരുന്നെന്ന് ജോഷിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഷൺമുഖത്തെ അന്വേഷിച്ച് മറ്റാരെങ്കിലും ക്വാറിയിൽ എത്തിയിരുന്നോ എന്ന് ജോഷി തിരക്കി. വിൻസെന്റിനെ ലക്ഷ്യം വെച്ചായിരുന്നു ജോഷിയുടെ ചോദ്യം. അങ്ങനെ ആരും വരികയുണ്ടായില്ലെന്ന് മറുപടി കിട്ടി. ക്വാറിയിൽ വെച്ച് എന്തെങ്കിലും അപകടമുണ്ടായോ എന്ന് ജോഷി അന്വേഷിച്ചു. അപകടമൊന്നും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ഉത്തരം. പോലീസ് സംഘം ഷൺമുഖം താമസിച്ചിരുന്ന ഷെഡ് പരിശോധിച്ചുവെങ്കിലും വിശേഷിച്ച് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ജോഷി തൻ്റെ സഹപ്രവർത്തകരുമായി കൂടി ആലോചിച്ചു. ഷൺമുഖത്തെ ഔസേപ്പച്ചൻ കടത്തിക്കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി കാട്ടിലേക്ക് ഓടിമറിഞ്ഞവരിൽ ഷൺമുഖവും ഉണ്ടായിരുന്നിരിക്കണം. ജോഷി പറഞ്ഞു. പക്ഷേ ലോഡിങ്ങിനിടയിൽ സംഭവിച്ചു എന്ന് പറയുന്ന അപകടം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഔസേപ്പച്ചനും മറ്റ് 2 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ഒന്നുകിൽ ഷൺമുഖത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടായതായിരിക്കാം. ഷൺമുഖവും ഔസേപ്പച്ചൻ്റെ ആൾക്കാരുമായി സംഘടന ഉണ്ടായി കാണണം. അങ്ങനെയെങ്കിൽ ഔസേപ്പച്ചനും കൂട്ടരും ചേർന്ന് ഷൺമുഖത്തെ ഇതിനകം കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കാനാണ് സാധ്യത. അതല്ലെങ്കിൽ ക്വാറിയിൽ നിന്ന് ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഷൺമുഖത്തെയും സംഘത്തെയും വിൻസെൻ്റ് ആക്രമിച്ചിട്ടുണ്ടാകണം. സംഘട്ടനത്തിൽ ഔസേപ്പച്ചനും കൂട്ടർക്കും പരിക്കേറ്റു. അങ്ങനെയെങ്കിൽ ഔസേപ്പച്ചനും സംഘവും ചേർന്ന് വിൻസെൻറ്റിനെ വകവരുത്തിയിട്ടുണ്ടാവും. ജോഷിയുടെ നിഗമനത്തോട് സഹപ്രവർത്തകരും യോജിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ വിൻസെൻ്റ്. ഇവരിൽ ആരെന്നറിഞ്ഞാൽ മതി. ഓടിപ്പോയവർക്ക് വേണ്ടി കാട്ടിലൊരു തെരച്ചിൽ നടത്തിയാലോ എന്ന് കോട്ടായിൽ നിന്ന് വന്ന ASI അഭിപ്രായപ്പെട്ടു. രാത്രി കാട്ടിൽ കയറി തിരയുന്നത് ദുഷ്കരമായിരിക്കും. നാളെ പകൽ തിരയുന്നതായിരിക്കും ബുദ്ധിയെന്നും ജോഷി പറഞ്ഞു. പോലീസ് സംഘം തിരിച്ച് കോട്ട ഡാം റോഡിലെത്തി. അവിടെ നിന്ന് കോട്ടായിലേക്ക് യാത്ര തിരിച്ചു. ഹോസ്പിറ്റലിൽ പോലീസ് കാവലിൽ കിടന്നിരുന്ന മൂർത്തിയെയും ഔസേപ്പച്ചനെയും മരുതനായകത്തെയും കസ്റ്റഡിയിലെടുത്തു. അവർക്ക് ഇതിനകം പ്രഥമ ശുശ്രൂഷകൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുപോയി. കോട്ടായിലെ പോലീസുകാരും ജോഷിയും ചേർന്ന് ചോദ്യം ചെയ്തു. ഔസേപ്പച്ച, സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ക്വാറിയിൽ നീ പറഞ്ഞ പോലുള്ള ഒരു ആക്സിഡൻറ്റും ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആരെയാണ് നീ കൊന്നത്? വിൻസെൻറ്റിനെയോ സെബാസ്റ്റ്യനെയോ? ശവം എവിടെ മറവ് ചെയ്തു? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇപ്പറഞ്ഞ 2 പേരെക്കുറിച്ചും എനിക്ക് യാതൊരു അറിവുമില്ല, ഔസേപ്പച്ചൻ കൂസലന്യെ പറഞ്ഞു. മൂർത്തിയെയും മരുതനായകത്തെയും ജോഷി പ്രത്യേകം ചോദ്യം ചെയ്തു. ഒടുവിൽ കോട്ടായിലെ പോലീസുകാർ പറഞ്ഞു, ഇൻസേ തോ ഹം സവാൽ കർത്തേ ഹെ ജോ ബാത്തെ ഇൻഹോനെ സുനി ഭി നഹി ഹെ ജോ ഇൻകോ മാലൂം ഭി നഹി ഹെ സബ് ഇൻസെ ഉഗൽവാദേ ഹെ. ഇതുവരെ ഞങ്ങൾ ചോദ്യം ചെയ്യാം. കേൾക്കാത്തതും പറയാത്തതും കൂടി ഇവരെ കൊണ്ട് പറയിപ്പിക്കാം. ജോഷി അവരെ കോട്ട പോലീസിന് വിട്ടുകൊടുത്തു. അരമണിക്കൂറിന് ശേഷം ജോഷി ചെന്ന് നോക്കുമ്പോൾ മൂർത്തി അവശനായി നിലത്ത് കുത്തിയിരിപ്പുണ്ടായിരുന്നു. മരുതനായകൻ ചുമരും ചാരി ഇരിക്കുകയാണ്.
അയാളുടെ വായും കവിളും പൊട്ടി ചോരയൊലിച്ചിരുന്നു. ഔസേപ്പച്ചനും മർദ്ദനമേറ്റ് അവശനായെങ്കിലും ഭിത്തി ചാരി നിൽക്കാനുള്ള ത്രാണി അയാളിൽ ശേഷിച്ചിരുന്നു. ആപ് ഇബീസെ പൂച്ചോ, ഇയാളോട് ചോദിച്ചാൽ മതി, മൂർത്തിയെ ചൂണ്ടിക്കാട്ടി ASI പറഞ്ഞു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ജോഷി അയാളിൽ നിന്ന് ഇത്രയും വിവരങ്ങൾ ശേഖരിച്ചു. ഷൺമുഖത്തെ ചമ്പൽ നദിയിൽ മുക്കിക്കൊല്ലാനായിരുന്നു അവരുടെ പദ്ധതി. കോട്ട സ്റ്റോൺ സ്ലാബിൽ അയാളെ ബന്ധിച്ച് നദിയിൽ താഴ്ത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞതാണ്. ഓർക്കാപ്പുറത്ത് 2 പേർ അവരെ ആക്രമിച്ചു. ഷൺമുഖത്തെ അവർ കടത്തിക്കൊണ്ടുപോയി. അവരെ പിന്തുടരുമ്പോഴാണ് ഔസേപ്പച്ചനും സംഘവും പോലീസിൻ്റെ മുമ്പിൽ വന്നുപെട്ടത്. ജോഷി മൂർത്തിയുടെ മുമ്പിൽ വന്നു നിന്ന് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. ഊവെന്ന് അയാൾ ഞരങ്ങി. മരുതനായകത്തോട് ചോദിച്ചപ്പോൾ അയാളും ഇതേ മറുപടി തന്നെ പറഞ്ഞു. എന്നാൽ ജോഷിക്ക് അതിലത്ര വിശ്വാസം വന്നില്ല. പ്രൊഫഷണൽ കില്ലേഴ്സ് അടക്കമുള്ള ഔസേപ്പച്ചൻ്റെ സംഘത്തെ വിൻസെൻ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, എന്നിട്ട് സെബാസ്റ്റ്യനെ കടത്തിക്കൊണ്ടു പോവുക. കാൽനടയായി പോയ അവരെ ഔസേപ്പച്ചനും സംഘവും ജീപ്പുകളിൽ പിന്തുടർന്നിട്ടും പിടിക്കാൻ കഴിയാതെ വരിക, ഇതൊക്കെ സംഭവ്യമാണോ? വിൻസെൻ്റ് തന്നെയാണ് ഔസേപ്പച്ചനെയും സംഘത്തെയും ആക്രമിച്ചതും സെബാസ്റ്റ്യനെ കടത്തിക്കൊണ്ടുപോയതും. അയാളെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് ആര്? അങ്ങനെ ആരെങ്കിലും ഔസേപ്പച്ചൻ്റെ ജീപ്പിന് മുമ്പേ ഓടുന്നുണ്ടായിരുന്നുവെങ്കിൽ തങ്ങളുടെ കണ്ണിൽ സെബാസ്റ്റ്യനെയും കൊണ്ട് കാൽനടയായി രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കത്തക്ക വിധം അത്ര വിഡ്ഢിയാണോ വിൻസെൻ്റ്? അങ്ങനെ നാനാതരം സംശയങ്ങൾ ജോഷിയെ അലട്ടി. ഒരുപക്ഷെ തങ്ങളുടെ ജീപ്പുകൾ വരുന്നത് കണ്ട് വിൻസെൻ്റ് സെബാസ്റ്റ്യനും മറിഞ്ഞിരിക്കാമെന്ന് ജോഷിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ ഔസേപ്പച്ചൻ്റെ രക്ഷപ്പെട്ട സംഘാംഗങ്ങൾക്ക് മുന്നിൽ അവർ പെട്ടുപോയേക്കാനിടയുണ്ട്. ഔസേപ്പച്ചൻ്റെ ആൾക്കാർ അവരുടെ കഥ കഴിച്ചുവെന്നും വരാം. തങ്ങൾക്ക് ഔസേപ്പച്ചൻ നൽകാമെന്നേറ്റിരുന്ന പ്രതിഫലത്തുകയെപ്പറ്റിയും മൂർത്തി വെളിപ്പെടുത്തി. ഷൺമുഖത്തെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് മദ്രാസിൽ നിന്നും തങ്ങൾ പുറപ്പെട്ടതെന്നും ഷൺമുഖം എന്ന പേരല്ലാതെ മറ്റൊന്നും തന്നെ ആ കൊല്ലേണ്ട ആളെപ്പറ്റി തങ്ങളോട് ഔസേപ്പച്ചൻ പറഞ്ഞിട്ടില്ലെന്നും മൂർത്തി ജോഷിയെ അറിയിച്ചു. ജോഷി വീണ്ടും ചോദ്യം ചെയ്യാനായി മൂർത്തിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. നീ ഇതുവരെ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയെങ്കിലും നീ സത്യം പറയുക. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കടാ. ജോഷി മൂർത്തിയുടെ ഒടിഞ്ഞ കൈ പിടിച്ച് തിരിച്ചു. മൂർത്തി പല്ല് കടിച്ച് ഞരങ്ങി. ഒടുവിൽ വേദന കൊണ്ട് സഹികെട്ട് അയാൾ അലറി, കൊല്ലട നായേ നായേ. ജോഷി അയാളുടെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് മുഖമടച്ച് ഒരടി കൊടുത്തു. അയാളുടെ പിടിവിട്ട് മരുതനായകത്തെ നോക്കി. ഷൺമുഖത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയവരുടെ രൂപവും വേഷവും എങ്ങനെയായിരുന്നുവെന്ന് ചോദിച്ചു. അതിലൊരാൾ ഹിന്ദിക്കാരനായിരുന്നെന്നും മറ്റേയാൾക്ക് നരച്ചു തുടങ്ങിയ താടിയുണ്ടെന്നും മരുതനായകൻ പറഞ്ഞു. മറ്റേയാൾ മുഖംമൂടി വെച്ചിരുന്നു. 2 പേരും കറുപ്പ് രാശിയിൽ കൂടുതലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അവരുടെ കൈവശം ടോർച്ചും ആയുധങ്ങളും ഉണ്ടായിരുന്നു. മരുതനായകൻ പറഞ്ഞത് കളവാകാനിടയില്ലെന്ന് ജോഷിക്ക് തോന്നി. മൂർത്തിയെയും ഔസേപ്പച്ചനെയും പോലീസ് കാവലിൽ ആശുപത്രിയിലേക്ക് തന്നെ ജോഷി തിരിച്ചയച്ചു. അപ്പോഴേക്ക് നേരം നന്നേ പുലർന്നിരുന്നു. രാവിലെ തന്നെ ജോഷിയും സംഘാംഗങ്ങളും കോട്ട പോലീസിൻ്റെ സഹകരണത്തോടെ മരുതനായകത്തെയും കൂട്ടി ഷൺമുഖത്തിൻ്റെ ക്വാറിയിലും ചമ്പൽ നദിയുടെ തീരത്തും കാട്ടിലുമെല്ലാം വിശദമായ തിരച്ചിൽ നടത്തുകയുണ്ടായി. ഔസേപ്പച്ചൻ്റെ സംഘത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടവരിൽ ആരെയും പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. മരുതനായകം ഇന്നലെ രാത്രി സെബാസ്റ്റ്യനെ കൊലപ്പെടുത്താൻ നിശ്ചയിച്ച സ്ഥലം പോലീസിന് കാട്ടിക്കൊടുത്തു. അവിടെ സംഘട്ടനം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ്റെ ശരീരവുമായി ബന്ധിച്ച സ്റ്റോൺ സ്ലാബുകൾ മരുതനായകം പോലീസിന് കാട്ടിക്കൊടുത്തു. അറുത്ത് കളഞ്ഞ ചരടുകൾ അതോട് ചേർത്ത് കിടന്നിരുന്നു. പാറപ്പുറത്തെ 2 ജോഡി ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞ പോലെ കിടപ്പുണ്ടായിരുന്നു. പൊട്ടിയ ടോർച്ചിൻ്റെ ചില്ലുകൾ പാറപ്പുറത്ത് ചിതറിക്കിടന്നിരുന്നു. ഒരിടത്ത് ചോര കരിവാളിച്ച് കിടക്കുന്നതും കാണപ്പെട്ടു. സംഘട്ടന രംഗം ഇതുതന്നെ ആയിരിക്കുമെന്ന് ജോഷിക്ക് ബോധ്യപ്പെട്ടു. സെബാസ്റ്റ്യനും വിൻസെൻറ്റിനും വേണ്ടി പോലീസ് സംഘം കാട്ടിലും നദീതീരത്തും തെരച്ചിൽ നടത്തി. കോട്ട ഡാമിനടുത്തുള്ള 2 ചെക്ക് പോസ്റ്റുകളിലും പോലീസ് അന്വേഷണം നടത്തി. ബോറാബാസിലും അന്വേഷിച്ചു. ഉച്ചയോടെ പോലീസിന് സംശയിക്കത്തക്കതായി ഒരു ചെറിയ തെളിവ് മാത്രം ലഭിച്ചു. കോട്ട ഡാം റോഡിൽ ഡോബ്യാക്കി ഖാനിലേക്ക് തിരിയുന്ന റോഡിനപ്പുറത്ത് മുൻഭാഗത്തെ ടയർ ഊരി ജാക്കി വെച്ച നിലയിൽ ഒരു അംബാസഡർ കാർ കിടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. രാത്രിയിൽ എപ്പോഴോ ആ കാർ നന്നാക്കി പോവുകയും ചെയ്തു. പക്ഷേ ആ കാർ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടവരില്ല. അത് ആരുടെ കാറാണെന്നും നിശ്ചയമില്ല.
വിൻസെൻ്റ് സെബാസ്റ്റ്യനെ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി കൊണ്ടുവന്ന കാറായിരുന്നോ അത്? ജോഷിക്ക് അത്ഭുതവും അമ്പരപ്പും തോന്നി. അത്രമേൽ സൂക്ഷ്മമായ ഒരു ആസൂത്രണം ആ കടത്തിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടായിരുന്നോ? അസാധാരണ വൈദഗ്ധ്യമുള്ള ഒരാൾക്കല്ലേ ഇങ്ങനെയൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പറ്റൂ? അതിനാവശ്യമുള്ള പണം, ബുദ്ധി. സീമയുടെ ബാങ്ക് ബാലൻസ് കുത്തനെ താണുപോയതിൻ്റെ രഹസ്യം ഇപ്പോഴാണ് ജോഷിക്ക് പിടികിട്ടിയത്. ഒരു തലയല്ല ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. സീമയും വിൻസെൻറ്റും പിന്നെ അജ്ഞാതനായ ഏതോ ഒരുവനും. അവർ ശരിക്കും ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. ജോഷി ഉടൻ തന്നെ വീട്ടിലേക്ക് ഫോണിലൂടെ ബന്ധപ്പെട്ടു. ഹലോ, ഷാനിയുടെ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു. എടി, ഇത് ഞാനാ, ജോഷി. അയ്യോ, ഇച്ചായൻ എവിടുന്നാ? ഇന്നലെ മുതൽ ഇവിടെ കാത്തിരിക്കുക കോളിന് വേണ്ടിയിട്ട്. എന്താ ഇന്നലെയൊന്നും വിളിക്കാത്തത്? പരിഭവമാണ്. സീമ എവിടെ? അവളിവിടെ സദാ നേരവും ഫോണിൻ്റെ ചുവട്ടിൽ ഇരിപ്പായിരുന്നു. ഇപ്പോഴെവിടെയെന്നാ ചോദിച്ചത്? പത്രമോഫീസിലേക്ക് പോയി. എപ്പോഴാ പോയത്? 9:30. ഓക്കെ. അയാൾ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തു. സീമ ഫോണിനടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓഫീസ് ജോലിക്ക് പോകണമെങ്കിൽ അവളുടെ ടെൻഷൻ തീർന്നിട്ടുണ്ടാവുമെന്ന് ജോഷി കണക്കുകൂട്ടി. അതിനർത്ഥം വിൻസെൻ്റ് അവളെ ഫോണിൽ വിളിച്ചിരുന്നു എന്ന് തന്നെയാണ്. ജോഷി പത്രമോഫീസിലെ നമ്പർ ഡയൽ ചെയ്തു. സീമയെ ലൈനിൽ കിട്ടിയപ്പോഴേക്കും 1.5 മിനിറ്റ് കഴിഞ്ഞു പോയിരുന്നു. ഹലോ, സീമ ജോൺസ് ഹിയർ. ആ, ജോഷി ചായനാ. ഹായ്, ഗുഡ് മോർണിംഗ് ജോഷി ചായ. ഇപ്പോൾ എവിടെയാ? അവളുടെ സ്വരത്തിലെ പ്രസരിപ്പും ആഹ്ലാദവും ജോഷി തിരിച്ചറിഞ്ഞു. എപ്പോഴാ വിൻസെൻ്റ് നിന്നെ വിളിച്ചത്? 9:15 9:30? ജോഷി ചായൻ എങ്ങനെ അറിഞ്ഞു? നമ്മുടെ രണ്ടുപേരുടെയും അപ്പൻ ഒരാൾ തന്നെയല്ലേടി. ഞാൻ മമ്മിയുടെ മോളല്ലേ? ജോഷി ചായനല്ലേ പപ്പയുടെ ഫോട്ടോസ്റ്റാറ്റ്? നിനക്ക് തമാശ പറയാമെന്ന് വരെയായി അല്ലേ? ഞാനിവിടെ ഊണും ഉറക്കവും വെടിഞ്ഞ് രാജസ്ഥാനിലെ കാട്ടിലും മരുഭൂമിയിലും ഓടി നട്ടം തിരിയുമ്പോൾ നിനക്ക് തമാശ. അതിച്ചായൻ്റെ ഡ്യൂട്ടിയല്ലേ? അവരെവിടെ? വിൻസെൻറ്റും സെബാസ്റ്റ്യനും? അവർ പോന്നു ജോഷി ചായ. അത് മനസ്സിലായി. അവരിപ്പോൾ എവിടെ എത്തിയെന്ന് അറിഞ്ഞാൽ മതി. ജോഷി ചായനിപ്പോൾ കോട്ടായിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇച്ചായനേക്കാൾ 16 മണിക്കൂർ മുമ്പിലാണവർ. അംബാസഡർ കാറിൽ? ജോഷി ചായൻ വെറുതെ ഒരു ഊഹം തട്ടിവിടുക അല്ലേ? തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് അവരെ രണ്ടുപേരെയും ഞങ്ങൾക്ക് മിസ്സായത്. ഞാൻ 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ നിനക്കൊരു പക്ഷേ അടുത്ത കാലത്തൊന്നും ചിരിക്കേണ്ടി വരില്ലായിരുന്നു. ഈ ഫോൺ കോൾ തന്നെ വിൻസെൻറ്റിൻ്റെയും സെബാസ്റ്റ്യൻ്റെയും മരണവാർത്ത അറിയിക്കാനാകുമായിരുന്നേനെ. എന്താ ജോഷി ചായ സംഭവിച്ചേ? സീമയുടെ സ്വരത്തിൽ ഉദ്യോഗം കലർന്നു. അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. ഔസേപ്പച്ചനെ എൻ്റെ കയ്യിൽ കിട്ടിയത് അവരുടെ ഭാഗ്യമെന്ന് നീ കരുതിക്കോ. ഔസേപ്പച്ചനെ കിട്ടിയോ? അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ജോഷി ചായൻ്റെ ഏറ്റവും വലിയ ക്യാച്ച് അത് തന്നെയാ. ഒട്ടും വിഷമിക്കേണ്ട. പിടിക്കേണ്ട ആളെ തന്നെയാ പിടിച്ചത്. ഔസേപ്പച്ചനെ പിടിക്കാനല്ല ഞാൻ രാജസ്ഥാൻ വരെ മെനക്കെട്ട് വന്നത്. വിൻസെൻറ്റിനെയും സെബാസ്റ്റ്യനെയുമാ. ആ 2 ക്യാച്ചും എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇല്ല ജോഷി ചായ, ഈ ഓപ്പറേഷനിൽ ജോഷി ചായനുള്ള ക്രെഡിറ്റ് വേറെ ആരും തട്ടിക്കൊണ്ടു പോവില്ല. അവരെവിടെ എത്തിയെന്ന് പറ. എനിക്കറിയില്ല. നിനക്കറിയാം. നീ പറയാത്തതാ. സത്യത്തിൽ എല്ലാം നിനക്കറിയായിരുന്നു. നീ ഒന്നും തുറന്നു പറയാതെ എന്നെ കുരങ്ങു കളിപ്പിച്ചു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. അവർ 16 അല്ല 36 മണിക്കൂർ മുമ്പിലാണെങ്കിലും എൻ്റെ ഒപ്പം വരുത്താൻ എനിക്കറിയാം. വെറും സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കല്ലേ ജോഷി ചായ. കൊലയാളിയെന്ന് മുദ്രകുത്തപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സ്വന്തം കരിയറും കുടുംബവും തകർന്ന് ജയിലിൽ കിടന്ന് നരകിച്ച ഒരു നിരപരാധിയോട് മത്സരിക്കല്ലേ ജോഷി ചായ. ആ സാധു മാസങ്ങളായി ഒളിവിലിരുന്ന് നടത്തിക്കൊണ്ടിരുന്ന ജീവൻ മരണ പോരാട്ടത്തോളം വരുമോ ജോഷി ചായ? ജോഷി ചായൻ്റെ രാജസ്ഥാൻ യാത്രയുടെ കഷ്ടപ്പാട്. ജോഷി ഉത്തരം പറഞ്ഞില്ല. റിസീവർ വെച്ച് കളഞ്ഞു. ലക്കൻ സിംഗാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. ചിത്തോർഗഡ് വഴി ഉദയ്പൂർ വരെ വിൻസെൻ്റ് തന്നെ ഓടിച്ചു. ഉദയപൂരിൽ നിന്ന് കാർ നാഷണൽ ഹൈവേ 8 കടന്ന ശേഷം വിൻസെൻ്റ് സ്റ്റിയറിംഗ് ലക്കൻ സിംഗിനെ ഏൽപ്പിച്ചു. അവൻ അല്പം വിശ്രമിക്കണമായിരുന്നു. സീമ ജോലി ചെയ്യുന്ന പത്രത്തിൻ്റെ സ്റ്റിക്കറും പ്രസ് എന്നെഴുതിയ സ്റ്റിക്കറും വിൻസെൻ്റ് കാറിൻ്റെ മുൻവശത്തെ ചില്ലിൽ തന്നെ ഒട്ടിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ വെച്ച് കൂടുതൽ ചെക്കിംഗ് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അത്. ഉദയ്പൂരിൽ നിന്നും ഗാന്ധിനഗർ വരെ ലക്കൻ സിംഗ് വണ്ടി ഓടിച്ചു. അതിനിടയ്ക്ക് 2 അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്നു പോരേണ്ടി വന്നു. രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും ഇടയ്ക്ക് വലിയ തിരക്കില്ലാത്ത പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ നിന്ന് ലക്കൻ സിംഗും വിൻസെൻറ്റും ഭക്ഷണം കഴിച്ചിരുന്നു. സെബാസ്റ്റ്യന് പഴച്ചാർ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ട് വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്തി ബാക്ക് സീറ്റിൻ്റെ മൂടി തുറന്ന് വായ മൂടിയ ഇൻസുലേഷൻ ടേപ്പ് ഇളക്കി മാറ്റിയ ശേഷം വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ജീവൻ കിടക്കാൻ ഇത്രയൊക്കെ മതിയടാ. ഇനി ജയിലിലോട്ട് കയറിയിട്ട് ശരിക്കുള്ള ഭക്ഷണം കഴിക്കാം. ഞാൻ 2-3 കൊല്ലം കഴിച്ചതാ. നല്ല ടേസ്റ്റാ, വിൻസെൻ്റ് പറഞ്ഞു.
അവിടെ ചെല്ലുമ്പോൾ നിന്റെ കൊക്കിലൽപ്പം ജീവൻ ശേഷിക്കണം, അത്രേ മതി എനിക്ക്. ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് വായ ഒട്ടിച്ച് ബാക്ക് സീറ്റിൻ്റെ മൂടിയെ ലോക്ക് ചെയ്ത് വിൻസെൻ്റ് വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലെത്തി. അവൻ സീമ തയ്യാറാക്കി കൊടുത്തിരുന്ന റൂട്ട് മാപ്പ് എടുത്തു വെച്ച് നോക്കി. ഗാന്ധിനഗറിൽ നിന്ന് NH8 സൂററ്റ് വഴി താനയിലേക്ക്, അവിടെ നിന്ന് NH17 കടക്കുന്നു. പിന്നെ കൊങ്കൺ തീരത്തുകൂടി ഗോവയിലേക്ക്. മഹാരാഷ്ട്ര മുറിച്ചു കിടക്കാൻ മാത്രം ഏതാണ്ട് 16 മണിക്കൂർ യാത്ര വേണ്ടിവരുമെന്ന് രാംലഖൻ പറഞ്ഞു. 3 ദിവസം കൊണ്ട് കേരളത്തിലെത്തണമെന്നായിരുന്നു വിൻസെൻറ്റിൻ്റെ കണക്കുകൂട്ടൽ. ആകെ 4000-ഓളം കിലോമീറ്റർ. വഡോദരയ്ക്കടുത്ത് വെച്ച് പോലീസ് ചെക്കിംഗ് കണ്ട് വിൻസെൻ്റ് വണ്ടി നിർത്തി. വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾ മാത്രം തടഞ്ഞു നിർത്തി പോലീസ് പരിശോധന നടത്തുകയാണ്. വിൻസെൻ്റ് രാംലഖനെ കണ്ണിൽ നോക്കി. പിറകിൽ വാഹനങ്ങളുണ്ടായിരുന്നതിനാൽ പിന്നോട്ടെടുക്കാനും നിവൃത്തിയില്ലായിരുന്നു. ഈ പഴുത് കണ്ട് തിരിച്ച് വന്ന വഴിയെ പോകാമെന്ന് വെച്ചാൽ അത് കാത്തു നിൽക്കുന്ന പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. വിൻസെൻ്റ് റോഡിൻ്റെ ഇരുവശത്തേക്ക് നോക്കി. പോക്കറ്റ് റോഡുകളൊന്നും കണ്ടില്ല. വലിയ സാഹസത്തിനൊന്നും ഒരുമ്പെടാതിരിക്കുകയാണ് നന്നെന്ന് ലഖൻ സിംഗ് അവനോട് പറഞ്ഞു. തങ്ങളുടെ ഊഴം വരുന്നതും കാത്ത് വീർപ്പുമുട്ടലോടെ വിൻസെൻ്റ് കാർ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു. പോലീസ് ചോദിച്ചാൽ തങ്ങൾ പത്രപ്രവർത്തകരാണെന്ന് പറഞ്ഞേക്കണമെന്ന് വിൻസെൻ്റ് ലഖൻ സിംഗിനെ ചട്ടം കെട്ടി. ബോംബെയിലുള്ള ബ്യൂറോ ഓഫീസിലേക്ക് പോവുകയാണ് തങ്ങൾ. ഏതോ സബ് എഡിറ്ററുടെ പേരച്ചടിച്ച ഒരു വിസിറ്റിംഗ് കാർഡും വിൻസെൻ്റ് ലഖൻ സിംഗിൻ്റെ കയ്യിൽ കൊടുത്തു. വിൻസെൻറ്റിൻ്റെ കൈവശം സീമ തയ്യാറാക്കി കൊടുത്തിരുന്ന വ്യാജ ഫോട്ടോ ID ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ലഖൻ സിംഗിന് ഡ്രൈവിംഗ് സീറ്റ് കൊടുത്തിട്ട് വിൻസെൻ്റ് ബാക്ക് സീറ്റിലേക്ക് കയറുകയും ചെയ്തു. അവരുടെ ഊഴമെത്തി. സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുനിഞ്ഞ കാറിനുള്ളിലേക്ക് നോക്കി. കഹാം ജാ രഹേ ഹേ? എവിടെ പോകുന്നു? മുംബൈ, ലഖൻ സിംഗ് പറഞ്ഞു. കഹാം സെ ആ രഹാ ഹേ? എവിടുന്ന് വരുന്നു? ഉദയ്പൂർ സെ. ഇൻസ്പെക്ടർ പിൻസീറ്റിലിരിക്കുന്ന വിൻസെൻറ്റിനെ നോക്കി. ഹം ലോഗ് പത്രക്കാർ ഹേ സാബ്. ഞങ്ങൾ പത്രക്കാരാണ് സാർ. ലഖൻ സിംഗ് വിസിറ്റിംഗ് കാർഡ് ഇൻസ്പെക്ടർ നേർക്ക് നീട്ടി. ഇൻസ്പെക്ടർ അത് വാങ്ങി നോക്കി. കാറിൻ്റെ ചില്ലിൽ ഒട്ടിച്ചിരിക്കുന്ന പത്രത്തിൻ്റെ പേരുള്ള സ്റ്റിക്കർ, അതിന് തൊട്ടു താഴെ പ്രസ് എന്നെഴുതിയ സ്റ്റിക്കർ, അതിന് സമാന്തരമായി പ്രസ് ക്ലബിൻ്റെ സ്റ്റിക്കർ. സെർച്ച് കർണേ കെ ലിയേ ഹം ലോഗ് ബഹർ നികലേ ക്യാ സാബ്? പരിശോധിക്കാൻ ഞങ്ങൾ ഇറങ്ങി തരണോ സാർ? ലഖൻ സിംഗ് വിനയത്തോടെ ചോദിച്ചു. സബ് ഇൻസ്പെക്ടർ ഒരിക്കൽ കൂടി വിൻസെൻറ്റിനെയും ലഖൻ സിംഗിനെയും നോക്കി. വിൻസെൻ്റ് തൻ്റെ ഐഡൻറ്റി കാർഡ് എടുത്ത് ഇൻസ്പെക്ടറുടെ നേർക്ക് നീട്ടി. ഇൻസ്പെക്ടർ അത് വാങ്ങിയില്ല. തും ലോഗ് ജാ സക്തേ ഹോ? നിങ്ങൾക്ക് പോകാം, അയാൾ പറഞ്ഞു. തൊട്ടു മുമ്പുള്ള കാറിലെ യാത്രക്കാരെയെല്ലാം പുറത്തിറക്കി കാറിന് ഉൾവശവും ഡിക്കിയും ബോണറ്റുമെല്ലാം പോലീസ് സംഘം പരിശോധിക്കുന്നത് വിൻസെൻറ്റിന് കാണാമായിരുന്നു. അതിലെ യാത്രക്കാരെല്ലാം തിരികെ കാറിൽ കയറി. അവർക്ക് പൊയ്ക്കൊള്ളാൻ അനുമതി ലഭിച്ചു. അവരുടെ കാറിൻ്റെ പിന്നാലെ ലഖൻ സിംഗ് സാവധാനം തങ്ങളുടെ കാർ ഓടിച്ച് നീങ്ങി. വിൻസെൻ്റ് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. അയാൾക്ക് ശ്വാസം തിരിച്ചു കിട്ടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പത്രത്തിൻ്റെയും പ്രസിൻ്റെയും സ്റ്റിക്കറും ID കാർഡുകളുമാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് അവൻ അറിഞ്ഞു. ഈ രക്ഷപ്പെടലിന് ഒരാളോടെ നന്ദി പറയേണ്ടു, സീമയോട്. അവൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നുവോ? അന്ന് അവൾ സ്റ്റിക്കറുകളും കാർഡുകളും തന്നെ ഏൽപ്പിക്കുമ്പോൾ അതിന് ഇത്ര വലിയൊരു ഉപയോഗം വരുമെന്ന് കരുതിയതേയില്ല. പത്രത്തിൻ്റെ ആൾക്കാരാണെന്ന മട്ടിലുള്ള മേലൊട്ടിച്ച സ്റ്റിക്കറുകളും ഒന്നാന്തരമായെന്ന് ലഖൻ സിംഗ് അയാളോട് പറഞ്ഞു. ആരെയോ സമർത്ഥമായി കളിപ്പിച്ചതിൻ്റെ കുസൃതി നിറഞ്ഞ സന്തോഷമായിരുന്നു അയാൾക്ക്. ദിർ ബിൽക്കുൽ നിശാൽ പർ ലഗ. അത് ശരിക്കേറ്റു, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ അവർ കാർ നിർത്തിയുള്ളൂ. രാത്രി മുഴുവൻ കാർ ഓടിക്കൊണ്ടേയിരുന്നു. ലഖൻ സിംഗ് കാർ ഓടിക്കുമ്പോൾ വിൻസെൻ്റ് ചാരിക്കിടന്നുറങ്ങും. വിൻസെൻ്റ് കാർ ഓടിക്കുമ്പോൾ ലഖൻ സിംഗ് ഉറങ്ങും. താനയിലെത്തിയ ശേഷം അവർ NH17 കടന്നു. ഇനി കൊങ്കൺ പാതയാണ്. ലോണാവലെ കൂടൽ വഴി ഗോവയിലേക്ക് 500-600 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ കാറിന് 1 മണിക്കൂർ വിശ്രമം. ഒരു ദിവസം 1200 കിലോമീറ്റർ എങ്കിലും കാർ ഓടിക്കണം എന്നതായിരുന്നു വിൻസെൻറ്റിൻ്റെ കണക്കുകൂട്ടൽ. പത്രം ഓഫീസിലേക്കാണ് കോൾ വന്നത്. സെൽഫോണിൻ്റെ ഒച്ച കേട്ടപ്പോഴേ സീമയ്ക്ക് തോന്നി അത് വിൻസെൻ്റ് ആയിരിക്കുമെന്ന്. ഓഹോ, സീമ എവിടെ എത്തി വിന്നിച്ചായ? ഗോവയിൽ, പനാജിയിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലേ? ഇവിടെ എന്ത് കുഴപ്പം? സീമയുടെ ബ്രദർ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ലേ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് സീമയെ വെറുതെ വിട്ടിരിക്കുകയാണോ? അങ്ങനെയല്ല വിന്നിച്ചായ.
പിന്നെ ഞാൻ ചില സത്യങ്ങളൊക്കെ ജോഷിച്ചായനോട് തുറന്നു പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? വിന്നിച്ചായൻ നിരപരാധിയാണെന്നും സെബാസ്റ്റ്യൻ ജീവിച്ചിരിപ്പുണ്ടെന്നും കൊല്ലപ്പെട്ടവൻ നാഗരാജാണെന്നും എല്ലാറ്റിൻ്റെയും പിന്നിൽ ഔസേപ്പച്ചൻ്റെ കുടിലി ബുദ്ധിയാണെന്നും ഒക്കെ. ഓഹോ, ആ പോലീസുകാരൻ അത് വിശ്വസിച്ചോ? ആദ്യം വിശ്വസിച്ചില്ല. ജോഷിച്ചായൻ ഉപ്രഹള്ളിയിൽ പോയി അന്വേഷിച്ചു. കോയമ്പത്തൂര് പോയി നാഗരാജൻ്റെ വീട് സന്ദർശിച്ചു. നാഗരാജൻ്റെ അമ്മ മരിച്ചുപോയി കേട്ടോ. നേരോ? എന്തൊരു കഷ്ടം. ഒരു കണക്കിൽ നന്നായില്ലേ വിന്നിച്ചായ? മകൻ മരിച്ചുപോയി എന്നറിയാതെ അവർക്ക് പോകാൻ പറ്റിയില്ലേ? ആ ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. എന്നിട്ട് ജോഷിച്ചായൻ മുളങ്കര പോയി അന്വേഷിച്ചു. വിജിയുടെയും ഔസേപ്പച്ചൻ്റെയും വീട്ടിൽ പോയി. വിന്നിച്ചായൻ്റെ അമ്മയെയും പെങ്ങളെയും കണ്ട് ആശ്വസിപ്പിച്ചു. തിരിച്ചെത്തിയിട്ട് ജോഷിച്ചായൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? സെബാസ്റ്റ്യൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന്. സെബാസ്റ്റ്യൻ എവിടെയുണ്ടോ അങ്ങോട്ടാണ് ഞാനും പോയിരിക്കുന്നതെന്ന് ഊഹിക്കാൻ ഏത് പോലീസുകാരനും പറ്റുമല്ലോ. ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല വിന്നിച്ചായ. അപ്പോഴാ ജോഷിച്ചായൻ എന്നോട് പറഞ്ഞത് ഔസേപ്പച്ചൻ 2 ദിവസമായി സ്ഥലത്തില്ലെന്ന്. നോവൽ നാളെ വീണ്ടും തുടരും.